ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാരുടെ സ്വർഗ്ഗക്കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, മാലാകക്കൂട്ടത്തിന്റെ ചങ്ക് പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ പ്രേക്ഷകരെ രസിപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിലെ നല്ല മിടുക്കന്മാരും മിടുക്കികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. ഈശോയുടെ കൂട്ടുകാരെ, ഈശോടത്ത് നമ്മൾ കളിക്കാനും ചിരിക്കാനും പോലെ ആണോ? ഈശോടത്ത് രസിക്കാൻ പോലെ? ആർ യു റെഡി? അപ്പൊ പ്രിയ കൂട്ടുകാരെ, സ്വർഗത്തില് നിങ്ങൾക്ക് കുറച്ചധികം രസക്കാഴ്ചകൾ, സെഗ്മെന്റ്സ് ഈ സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. അപ്പൊ നമ്മൾ പാട്ട് പഠിക്കാൻ പോവാണ്. മാലാഖമാരെ പോലെ ഈശോയെ നമ്മൾ സ്തുതിക്കാൻ പോവാണ്. റെഡി? ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പഠിക്കേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഈശോയോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ നല്ല ശബ്ദത്തിൽ പാടും. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഒന്നുകൂടെ. ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. പഠിക്കേ. ഇത്തിരിയല്ല ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഓക്കെ, ഈശോയെ സ്നേഹിക്കണം. ഇത്തിരി സ്നേഹിച്ചാൽ മതിയോ? കുറച്ച് മതിയോ? ഒത്തിരി സ്നേഹിക്കണം. ഓക്കെ, അടുത്തത് ടിവിയെക്കാളും. പഠിക്കേ. ടിവിയെക്കാളും സിനിമയെക്കാളും സിനിമയെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്തത് ഗെയിമുകളെക്കാളും ഗെയിമുകളെക്കാളും സൂപ്പർ സ്റ്റാറുകളെക്കാളും സൂപ്പർ സ്റ്റാറുകളെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ പാടിക്കേ. ടിവിയെക്കാളും ടിവിയെക്കാളും സിനിമയെക്കാളും സിനിമയെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്തെന്താണ്? ഗെയിമുകളെക്കാളും സൂപ്പർ സ്റ്റാറിനെക്കാളും സൂപ്പർ സ്റ്റാറിനെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ചില ആൾക്കാരുടെ സൗണ്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകണം. എന്താണ്? സൂപ്പർ സ്റ്റാറിനെക്കാളും കൂടുതൽ ഈശോയെ സ്നേഹിക്കണ്ടോ? ഉണ്ടോ? എന്നാ നല്ല ഉറക്ക പാടിക്കേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. പഠിക്കേ. ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. പഠിച്ചോ? സിമ്പിൾ പാട്ടാണ് ഈശോയെ സ്നേഹിക്കുന്ന പാട്ട്. നോക്കിയേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചെയ്തേ. ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. ചെയ്തേ. ഓക്കെ. ടിവിയെക്കാളും ചെയ്തേ. സിനിമയെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഗെയിമുകളെക്കാളും സൂപ്പർ സ്റ്റാറിനെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചില ആൾക്കാർ അങ്ങനെ പറയുമ്പോ ഇങ്ങനെ അത് വേണോ, അത്രയും വേണോ എന്നൊക്കെ ചിന്തിക്കണേ. ഈശോയെ സ്നേഹിക്കാൻ റെഡിയാണോ? എന്നാ ചാടി എഴുന്നേറ്റേൻ. ചേട്ടാ, നമുക്ക് നല്ല ഹൃദയം കിട്ടുവരും. നല്ല ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. മാലാഖമാര് സ്വർഗത്തിൽ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സ്വർഗത്തിലും ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ആർ യു റെഡി? ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചെയ്തേ. ഈശോയെ എങ്ങനെ സ്നേഹിക്കുന്നേ? ഇത്തിരിയല്ല ഒത്തിരിയല്ല, ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഇത്തിരിയല്ല
ഇത്തിരിയല്ല ഒത്തിരിയല്ല ഒത്തിരി 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 സ്നേഹിക്കും. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ നന്നായിട്ടൊന്ന് പാടിക്ക. ഈശോയെ എത്ര സ്നേഹിക്കുന്നുണ്ട്? ഇത്തിരിയല്ല സ്നേഹിക്കുന്നു. ഇത്തിരിയല്ല ഇത്തിരിയല്ല. കൈയടിച്ചേ കൈയടിച്ചേ. ടിവിയെക്കാളും സിനിമയെക്കാളും ഗെയിമിനേക്കാളും സൂപ്പർ ഹീറോയിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ പോവാ. ടിവിയെക്കാളും സിനിമയെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചെയ്തേ. ടിവിയെക്കാളും സിനിമയെക്കാളും കൂടുതലായി ഞാൻ നിന്നെ. അടുത്ത ഗെയിമുകളെക്കാളും സൂപ്പർ സ്റ്റാറിനെക്കാളും കൂടുതലായി ഞാൻ നിന്നെ. ഗെയിമുകളെക്കാൾ സൂപ്പർ സ്റ്റാറിനെക്കാളും കൂടുതലായി ഞാൻ നിന്നെ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ നിന്നെ പാടിക്കല്ലാവരും. ഈശോയെ എത്ര സ്നേഹിക്കുന്നു? ഇത്തിരിയല്ല ഒത്തിരി സ്നേഹിക്കുന്നു. ഇത്തിരിയല്ല ഇത്തിരിയല്ല ഒത്തിരിയല്ല ഒത്തിരി ഒത്തിരി സ്നേഹിക്കും. ഇത്തിരിയല്ല ചെയ്തേ. ഇത്തിരിയല്ല ഇത്തിരിയല്ല ചെയ്തേ. ഇത്തിരിയല്ല ഒത്തിരിയല്ല. സ്പീഡിൽ ചെയ്ത്. ഇത്തിരിയല്ല ഇത്തിരിയല്ല ഇത്തിരി സ്നേഹിക്കുന്നു. സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഇങ്ങനെ ബലം വെച്ച് വരും അല്ലേ? പണ്ട് ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ബൂസ്റ്റ് സീക്രട്സ് ഓഫ് മൈ എനർജി. ബൂസ്റ്റ് കഴിച്ചാൽ ശക്തി കിട്ടും. അപ്പോൾ വചനം ഭക്ഷിക്കുന്നവർക്ക് യാക്കോബ് പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലാണ് നമ്മൾ ശക്തരാകുന്നത്. മനസ്സിലായോ? അപ്പോൾ വചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് എന്ത് കിട്ടും? ശക്തി കിട്ടും. പറയും എന്ത് കിട്ടും? ശക്തി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വചനം ഭക്ഷിക്കാൻ നമുക്ക് റെഡി ആകാം. ആർ യു റെഡി? അപ്പൊ ഇന്ന് നമുക്ക് വചനം പങ്കുവെച്ച് തരാനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള മെർസിലിനാസ് ഗേൾസ് ഹൈസ്കൂളിലെ ഒരു ടീച്ചറും വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിൽ അംഗവുമായ സിസ്റ്റർ തുഷാര SVM ആണ്. സിസ്റ്റർ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സും ഇതുപോലെ കുട്ടികളുടെ ധ്യാനങ്ങളൊക്കെ നടത്തുന്ന സിസ്റ്ററാണ്, ടീച്ചറുമാണ്. ഇന്ന് സിസ്റ്ററെ നമുക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് കൊടുക്കേണ്ട ക്ലാപ്പാണ്, സിസ്റ്ററിന് കൊടുക്കാൻ പറ്റുന്ന ക്ലാപ്പാണ് ഏഞ്ചൽ ക്ലാപ്പ്. ഏതാണ്? അപ്പോൾ ഏഞ്ചൽ ക്ലാപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചേട്ടൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ചിറക് വെച്ച് മാലാഖയുടെ ഒരു സൗണ്ട് വരണം. ഓക്കെ, പിന്നെ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, ഏഞ്ചൽ ക്ലാപ്പ് ഗോ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഏഞ്ചൽ ക്ലാപ്പ് ഗോ. പഠിച്ചോ? അപ്പോൾ നമുക്ക് സിസ്റ്റർ തുഷാര SVMനെ സ്വാഗതം ചെയ്യാം. ചാടി എഴുന്നേറ്റ് ഏഞ്ചൽ ക്ലാപ്പ് ഗോ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. വചനം ഭക്ഷിക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം 1 കോറിന്തോസ് 13:7 തിരുവചനം. ഒന്ന് പറഞ്ഞേ, 1 കോറിന്തോസ് 13:7. 13ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് എന്താ പറയുന്നതെന്ന് അറിയാവോ? സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? സ്നേഹത്തെക്കുറിച്ച്. അപ്പം നമ്മൾ പഠിക്കുന്ന വചനം 1 കോറിന്തോസ് 13:7. എന്താ വചനം എന്നറിയാമോ? സ്നേഹം സകലതും സഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, സ്നേഹം സകലതും സഹിക്കുന്നു. ഒന്നും കൂടെ, സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു. അപ്പൊ ഈ വചനം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സിസ്റ്റർ ഒരു കഥ നിങ്ങളോട് പറയാം. വിശ്വപ്രസിദ്ധ ചിത്രമായ പ്രേയിങ് ഹാൻസ്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? പ്രേയിങ് ഹാൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഓക്കെ. അപ്പം ആ ചിത്രത്തിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
18 മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു വലിയ ദരിദ്ര കുടുംബം. എത്ര മക്കളെന്നാ പറഞ്ഞേ? 18. നിങ്ങൾ ഞെട്ടിയോ 18 മക്കളെന്നൊക്കെ കേട്ടപ്പോൾ? ഞെട്ടിയോ? എന്തുകൊണ്ടാ? ഇന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര പേരുണ്ട്? 2, 3 അല്ലേ? അത്രയാണ്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കുട്ടികളൊക്കെ ഒരു വീട്ടിലുണ്ടായിരുന്നു. എത്രയായിരുന്നു? 18. അതിനകത്തെ 2 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മൂത്തവൻ്റെ പേരാണ് ആൽബർട്ട്, രണ്ടാമത്തവൻ്റെ പേര് ആൽബ്രക്റ്റ്. പേര് പഠിച്ചോ? മൂത്തവൻ്റെ പേരെന്താ? ആൽബർട്ട്, രണ്ടാമത്തവൻ ആൽബ്രക്റ്റ്. ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? ഇവർ നന്നായി ചിത്രം വരയ്ക്കുന്നവരാണ്. അവർക്ക് വളരെ ആഗ്രഹമാണ് ചിത്രകലയിൽ കൂടുതൽ പ്രാവീണ്യം നേടണം. പക്ഷേ തങ്ങളുടെ വീടിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അവർക്കില്ല. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീടായിരുന്നു അല്ലേ? പപ്പായും മമ്മിയും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് അവരുടെ കുടുംബത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോയിരുന്നത്. അങ്ങനെ ഇവരുടെ ആഗ്രഹം വളരെ വലുതായി. ചേട്ടനും അനുജനും കൂടി വളരെയധികം ചർച്ചകൾ നടത്തി. എങ്ങനെ പഠിക്കും? എന്തായാലും പഠിക്കണം. അപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തി. ഒരാൾ പഠിക്കാൻ പോവുക, മറ്റേയാൾ ജോലി ചെയ്ത് പഠിക്കുന്ന ആളെ സാമ്പത്തികമായി സഹായിക്കുക. അങ്ങനെ തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. ആര് ആദ്യം പഠിക്കാൻ പോകും? അപ്പോൾ അവർ തീരുമാനിച്ചു, നമ്മളിങ്ങനെ തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? ടോസ് ഇടാറില്ലേ അല്ലേ? നമുക്ക് തർക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ടോസ് ഇട്ട് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവരും എന്ത് ചെയ്തു? ടോസ് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ടോസ് ഇട്ടു. ടോസ് പഠിക്കാനുള്ള ടോസ് വീണത് അനുജൻ്റെ പേരെന്തായിരുന്നു? ആൽബ്രക്റ്റ് അല്ലേ? ആൽബ്രക്റ്റിന് ടോസ് വീണു. അങ്ങനെ സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ തൻ്റെ അനുജനെ പഠിക്കാനായി യാത്രയാക്കുകയാണ്. 4 വർഷം പഠിക്കണം കേട്ടോ. തൻ്റെ അനുജനെ പഠിക്കാൻ യാത്രയാക്കിയിട്ട് കൽക്കരി ഖനിയിൽ ജോലി ചെയ്യാനായി ചേട്ടൻ പോവുകയാണ്. 4 വർഷത്തെ തൻ്റെ കഠിനമായ പഠനത്തിനു ശേഷം വളരെ നല്ല രീതിയിൽ പാസ്സായി അനുജൻ തിരിച്ചു വരികയാണ്. വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്ന അനുജനു വേണ്ടി ഒരു വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ് ചേട്ടൻ. ഈ വിരുന്നിനിടയിൽ അനുജൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരോടും പറയുകയാണ് 4 വർഷം മുമ്പ് അവരെടുത്ത തീരുമാനത്തെക്കുറിച്ചും ഇന്ന് താനായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൻ്റെ ചേട്ടൻ തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ചുമൊക്കെ. അനുജൻ്റെ വാക്കുകൾ കേട്ട് തൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുകയാണ്. അനുജൻ ശ്രദ്ധിച്ചു തൻ്റെ ചേട്ടൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ. കാരണം അന്വേഷിച്ച അനുജൻ്റെ മുൻപിലേക്ക് തൻ്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് അവൻ പറയുകയാണ്. എന്താ പറഞ്ഞത്? അവനെ കൈകൾ കാണിച്ചുകൊണ്ട് പറയുകയാണ്, 4 വർഷത്തെ കൽക്കരി ഖനിയിലെ കഠിനാധ്വാനം എൻ്റെ എൻ്റെ കയ്യിലെ എല്ലാ വിരലുകളെയും ഒടിച്ചു ഞുറുക്കിയിരിക്കുന്നു. ഇനി ഒരു ബ്രഷും ക്യാൻവാസും എൻ്റെ കൈകൾക്ക് ഇണങ്ങുകയില്ല എന്ന്. വളരെ വേദനയോടെയാണ് അനുജൻ ഈ സത്യം തിരിച്ചറിഞ്ഞത്. പ്രിയ കുഞ്ഞുങ്ങളെ, ആ അനുജൻ ചെയ്ത ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് തന്നെ തൻ്റെ ചേട്ടനോടുള്ള ആദരവ് പ്രകടമാക്കാൻ വേണ്ടി ഒരു ക്യാൻവാസും ബ്രഷും എടുത്ത് അവനൊരു ചിത്രം പൂർത്തിയാക്കി. അതിന് പേരിട്ടു സിമ്പിൾ ഹാൻഡ്സ്. എന്താ പേരിട്ടത്? സിമ്പിൾ ഹാൻഡ്സ്. എന്നാൽ ഈ മഹാത്യാഗത്തെ വാഴ്ത്തിക്കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ലോകം അതിനൊരു പേര് നൽകി. അതാണ് പ്രേയിങ് ഹാൻഡ്സ്. എന്തായിരുന്നു പേര്? പ്രേയിങ് ഹാൻഡ്സ്. പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്കും ഇതുതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെയൊക്കെ ജീവിത വിജയത്തിൻ്റെ പുറകിൽ ഒത്തിരിയേറെ പ്രേയിങ് ഹാൻഡ്സുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ആകാം, അധ്യാപകരുടേതാകാം, സഹോദരങ്ങളുടെയാകാം. അവരുടെ വലിയ ത്യാഗത്തിൻ്റെ കഥയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് സ്നേഹിക്കാൻ ഒരു വലിയ ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Are you ready? Yes. അപ്പോൾ ഈ സ്വർഗത്തില് 3ാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ആരാണ് റെഡി ആയിട്ടുള്ളത്? അവർക്ക് നല്ല കൈയ്യടി കൊടുക്കൂ. റെഡി? യെസ്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം.
പേര് പറയാമോ മോളെ? ആൻമരിയ ഡേവിസ്. ആൻമരിയ ഡേവിസ്. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? മിസ്റ്റർ ഡൊമിനിക് സാവിയോ. വിശുദ്ധ ഡൊമിനിക് സാവിയെ കുറിച്ചാണ് ആൻമരിയ പറയുന്നത്. ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കുട്ടികളുടെ മധ്യസ്ഥനായ മിസ്റ്റർ ഡൊമിനിക് സാവിയെ കുറിച്ചാണ്. വടക്കേ ഇറ്റലിയിലെ മുരിയാൾഡോ എന്ന സ്ഥലത്ത് 1842 ഏപ്രിൽ 2-ാം തീയതി ജായ് സാവിയോ ബ്രിജിറ്റ് ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ഡൊമിനിക് സാവിയോ ജനിച്ചു. ഈശോ മറിയം എന്നീ പുണ്യനാമങ്ങളായിരുന്നു ആ അമ്മ തന്റെ മകനെ പഠിപ്പിച്ച ആദ്യ വാക്കുകൾ. പഠനത്തിൽ മിടുക്കനായിരുന്ന ഡൊമിനിക് ദിവസവും ഏതാണ്ട് 12 മൈലുകളോളം സഞ്ചരിച്ചായിരുന്നു സ്കൂളിൽ എത്തിയിരുന്നത്. തന്റെ 7-ാം വയസ്സിൽ തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു. ക്രിസ്തുവിന് വേണ്ടി സഹനം അനുഭവിക്കുന്നതിനായി തന്റെ കിടക്കയിൽ കൂർത്ത പാറക്കഷ്ണങ്ങളും കഷ്ണങ്ങളും വിതറിയിട്ടാണ് അവൻ ഉറങ്ങിയിരുന്നത്. ക്ഷയരോഗം ബാധിച്ച മിസ്റ്റർ ഡൊമിനിക് സാവിയോ 1857 തന്റെ 15-ാമത്തെ വയസ്സിൽ തന്നെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1954 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മെയ് 6-നാണ് ഈ വിശുദ്ധന്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. വളരെ മനോഹരമായിട്ട് ആൻമരിയ നമുക്ക് ഡൊമിനിക് സാവിയെ കുറിച്ച് പറഞ്ഞു തന്നു. ഇനി മോൻ മോൻ്റെ പേര് പറയാമോ? ജോയൽ. ജോയൽ ഈ വിശുദ്ധന്റെ ജീവിതാസ്പദമാക്കിയിട്ടൊരു വചനം പറയാൻ പോവാണ്. നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഡൊമിനിക് സാവിയെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10. വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ വളരുവാൻ നമുക്കും പരിശ്രമിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്. വളരെ മനോഹരമായിട്ട് വിശുദ്ധരെ പരിചയപ്പെടുത്തി വചനം പറഞ്ഞ രണ്ടുപേർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാമോ കൂട്ടുകാരെ? അപ്പൊ ഇന്ന് നമ്മള് വിശുദ്ധരെ പരിചയപ്പെട്ടു. ഇനി ഈ സ്വർഗത്തിൽ അടുത്തൊരു രസക്കാഴ്ചയിലേക്ക് കടക്കുവാണ്. അടുത്ത ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ പോവാണ്. റെഡിയാണോ? റെഡിയാണ്. അപ്പൊ ഇന്ന് ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവർ ആരൊക്കെയാണ്? കണ്ടോ, ഒരു നല്ല കളർ യൂണിഫോമിലൊക്കെ വന്നിട്ട് നല്ല കൈഡി കൊടുക്കാമോ അവർക്ക്? അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? പേര് പറഞ്ഞേ. ജുവൽ റോസ്. സ്നേഹ ബിജു. അടുത്ത ആള് സെനോറിറ്റ ജോയ്. ഐറിൻ സുനിറ്റ്. അപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി തകർപ്പൻ ഡാൻസിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവരുടെ താലന്ത് നമുക്ക് ആസ്വദിക്കാം. ആർ യു റെഡി? ചങ്കാമീശോയും അമ്മ മേരി
ഈശോയുടെ കൂട്ടുകാരെ എന്തോ അല്ല തകർപ്പൻ ഡാൻസ് ആയിരുന്നു അല്ലേ? ജില്ല ജില്ല. ഓക്കെ, ഞാൻ നോക്കി എല്ലാവരുടെ എക്സ്പ്രഷൻ ഭയങ്കര അടിപൊളി എക്സ്പ്രഷൻ ആയിരുന്നു, നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇങ്ങനെ രസക്കാഴ്ചകൾ ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് പൊക്കോണ്ടിരിക്കുവാണ്. ലാസ്റ്റ് സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഈ 5ാമത്തെ സെഗ്മെന്റിൽ പഠിക്കുന്ന ശീലമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അതിരാവിലെ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് അവിടുന്ന് കൃപ കൊടുക്കും. എന്തു കൊടുക്കും? കൃപ. നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എണീക്കും? ഇന്ന് പഠിക്കാൻ പോകുന്ന ശീലം. ചില ആൾക്കാർ ഉള്ള വിരൽ മുഴുവനും നിവർത്തിയിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പോയിട്ട് മോട്ടിവേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ ചേട്ടൻ ചോദിക്കും, നിങ്ങൾ എത്ര മണിക്ക് എണീക്കും? അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, 7 മണിക്ക് എണീക്കുന്നവർ കുറച്ച് പേര് പോകും, 7:30 അതിനേക്കാൾ കൂടുതൽ പേര്, 8 മണി. അപ്പോൾ ഒരു പകുതിയോളം പേര് 50% 8 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണ്. 9 മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 8 മണിക്ക് എണീക്കുന്ന പാർട്ടീസാണ്. അങ്ങനെയുള്ളവരുണ്ടോ അവിടെ? ഉണ്ടോ? ചില മൗനസമ്മതമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ അതിരാവിലെ എഴുന്നേൽക്കണം. അതിരാവിലെ ഒരുപാട് വൈകി കിടക്കാനും പോകരുതെന്നാണ് ബൈബിളിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അതിരാവിലെ എണീക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ 2-3 കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, പ്രകൃതിയിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കും. പ്രകൃതിയിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പോയി നമ്മുടെ വീടുകളിൽ പാചകവാതകങ്ങളൊക്കെ ഉയർന്ന് അന്തരീക്ഷത്തിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ നിൽക്കുന്ന സമയമാണ്. ഏത് സമയം? ഡേ ടൈം അല്ലേ? രാവിലെ മുതൽ തീ കത്തിക്കലും അല്ലേ വണ്ടി ഓടലും ഭയങ്കര തിരക്കല്ലേ. രാത്രിയിലെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം ഓട്ടോമാറ്റിക്കലി ഈ വായുവിനെ മുഴുവനും റിഫ്രഷ് ചെയ്യും. മുകളിലുള്ള നല്ല ഓക്സിജൻ വായുവൊക്കെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്ത് മോർണിംഗ് ടൈം ആകുമ്പോഴേക്കും അന്തരീക്ഷം നല്ല ക്ലിയർ ആവും. മനസ്സിലായോ? അതാണ് അതിരാവിലത്തെ പ്രത്യേകത. കുറേ കാര്യങ്ങളുണ്ട്, അത് കുറേം കൂടിയും സയൻറ്റിഫിക്കായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട രാശി ഇതാണ്, അതിരാവിലെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഉടനെ കുരിശ് വരയ്ക്കുന്ന എത്ര പേരുണ്ട്? കുരിശ് വരയ്ക്കുന്നവർ, എഴുന്നേറ്റ് ഉടനെ കുരിശ് വരയ്ക്കുന്നവർ. ചില ആൾക്കാരങ്ങനെയല്ല, എഴുന്നേറ്റ ഉടനെ മമ്മി കാപ്പി അല്ലേ, ഒച്ച ഉണ്ടാക്കിയിട്ട് എണീക്കുക മമ്മി കാപ്പിന്ന്. അങ്ങനെയല്ല, എഴുന്നേറ്റ ഉടനെ കുരിശ് വരയ്ക്കണം അല്ലേ? കുരിശ് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ആ ദിവസം ആരംഭിക്കാൻ. ഇതൊരു നല്ല ശീലമായിട്ട് തുടങ്ങണം. ആർ യു റെഡി? ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ഇനി ആരെങ്കിലും ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയൊരു ശീലം തുടങ്ങണം. അതിരാവിലെ എണീക്കാനായിട്ട് 6 മണിക്ക് ശേഷം ഒന്നും ആരും എണീക്കരുത്. 6 മണിക്കെങ്കിലും എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കുരിശ് വരച്ച് എണീറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കണം. ആർ യു റെഡി? പ്രേക്ഷകരായിട്ടുള്ള ചങ്കു കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ സ്വർഗത്തിൽ പഠിച്ച നല്ല ശീലമാണ് അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപ ചോദിക്കുക. ബൈബിളിൽ എഴുതിയേക്കാണ് പ്രഭാഷകൻ 32 അതിരാവിലെ എഴുന്നേറ്റ് കൃപ ചോദിക്കുന്നവന് ദൈവം കൃപ കൊടുക്കും. അപ്പൊ കൃപ വേണ്ടവർ എന്ത് ചെയ്യണം? ഏത് സമയത്ത് ചോദിക്കണം? അതിരാവിലെ അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് വിശക്കുന്ന നേരത്തിൽ നിങ്ങൾ ഫുഡ് ചോദിക്കുക. വയറൊക്കെ ഫുള്ളായിരിക്കുന്ന സമയത്ത് മമ്മി കുറേ കൂടി നിന്നാൻ തായോ എന്ന് ചോദിക്കുമോ? ഇല്ല, വിശക്കുന്ന നേരത്തല്ലേ ചോദിക്കുള്ളൂ. എന്നപോലെ ബൈബിളിൽ എഴുതിയേക്കാണ് അതിരാവിലെ എഴുന്നേറ്റ് ചോദിക്കണം. എപ്പോഴാണ് കർത്താവ് തരാൻ പോകുന്നത്? അതിരാവിലെ കേട്ടോ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുരിശ് വരച്ച് കൃപ ചോദിച്ച് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഒന്നുകൂടെ നമ്മൾ ഈശോടൊത്ത് കളിക്കാൻ പോവാണ്. ഈശോയോടൊത്ത് കളിക്കാലോ ആ പാട്ട് പാടി ഡാൻസ് ചെയ്യാൻ പോവാണ്. ആടിപ്പാടി ചിരിച്ച് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഒന്ന് പുഞ്ചിരിച്ചേ. ലെഫ്റ്റ് റൈറ്റ് നോക്ക്. ഈശോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാകയെ പോൽ തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാകമാരായി വളരാലോ. കൈകളൊക്കെ ഹാർട്ട് ലെവലിലാണ് കൂപ്പി പിടിക്കുന്നത് കേട്ടോ. ചില ആൾക്കാർ മുഖമൊക്കെ മറച്ച് പിടിച്ചിട്ടുണ്ട്. കൈ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയായിട്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, നന്മയിലും
നന്മയിലും വിശുദ്ധിയിലും വിശുദ്ധിയിലും എന്നെ വളർത്തണമേ. എന്നെ വളർത്തണമേ. നല്ല കുഞ്ഞായി നല്ല കുഞ്ഞായി വളരുവാൻ വളരുവാൻ അതിരാവിലെ എഴുന്നേറ്റ് കൃപ ചോദിക്കുവാൻ കൃപ ചോദിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഇനി കണ്ണടച്ചു പിടിക്കണം എല്ലാവരും. കൈകൾ അല്പം നിങ്ങളുടെ ഷോൾഡറിന് മുകളിലേക്ക് ഉയർത്തി പിടിക്കണം. നമ്മൾ ഈശോയെ ഒന്ന് സ്തുതിക്കാൻ പോവാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഹല്ലേലൂയ. ചില ആൾക്കാർക്ക് നന്നായിട്ട് സ്തുതിക്കാൻ അറിയുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല ശക്തിയിൽ ഈശോയെ ഒന്ന് സ്തുതിക്കാൻ പോവാം. കൈ അല്പം കൂടി ഒന്ന് ഷോൾഡറിന് മുകളിലേക്ക് ഉയർത്തി പിടിച്ച് എല്ലാവരും ഒന്ന് ഈശോയെ സ്തുതിച്ചേ. യേശുവേ യേശുവേ നന്ദി, ഹല്ലേലൂയ. സൗണ്ടിൽ നല്ല ശബ്ദത്തിൽ സ്തുതിച്ചേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു സസ്പെൻസ് പൊട്ടിക്കാനുണ്ട്. അതും കൂടി അങ്ങോട്ട് ചെയ്തേക്കാം അല്ലേ? ടൻ. ഈ എപ്പിസോഡിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഏഞ്ചൽ എന്നറിയാനുള്ള സമയമാണ്. ഇന്ന് ഡാൻസ് കളിച്ചാൽ ആരാ വരുന്നേ? ഡാൻസ് കളിച്ചാൽ ഒരാൾക്ക് വന്നതിൽ നിന്ന് ഒരെണ്ണം ലക്കി ഡ്രോ ചെയ്യാം. ഡാൻസ് കളിച്ചിൽ നിന്ന് ഒരാൾക്ക് വരാം. വാ, ഒരു ക്ലാപ്പ് കൊടുത്തേ. ആരാണ് ഇന്നത്തെ ഏഞ്ചൽ എന്നറിയാൻ പോവാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. പോരാ ക്ലാപ്പ് വരട്ടെ. ജുവൽ റോസ്. ഇന്ന് ഡാൻസ് കളിച്ചോല്. വാ, നീ പോയിരിക്കും. ജുവൽ റോസ് വരുന്നു. ഇന്നത്തെ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. ഈ എപ്പിസോഡില് ജുവൽ റോസ്. അപ്പോ ഈശോയുടെ കൂട്ടുകാരെ, എന്തോ ഈശോയുടെ മാലാഖമാരെ, എന്തോ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇത്ര നേരം നമ്മൾ വാച്ച് ചെയ്ത നമ്മുടെ ചങ്ക് കൂട്ടുകാർ പ്രേക്ഷകരുണ്ട്. അവർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാനുള്ള സമയമാണ്. കൊടുക്കണ്ടേ? ഓക്കെ. ഗുഡ്നസ് ടിവിയുടെ മാലാഖക്കൂട്ടം.com ഇതിൻ്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാരെയും ഈ വൈൻഡപ്പ് സെക്ഷനിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ കൊച്ചു കൂട്ടുകാരുടെ കളിയും ചിരിയും താലന്തൊക്കെ ആസ്വദിച്ച നിങ്ങളെല്ലാവർക്കും ഈ സ്വർഗത്തിന്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഞങ്ങളുടെ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. പുതിയ സ്വർഗ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരും. അതുവരെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമ്മുടെ ചങ്ക് കൂട്ടുകാർക്ക് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ ബൈ ബൈ.